വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയും ആയി വന്നിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം 2026 ഒരുപാട് എക്സാംസ് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് PSC ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ ഇനി ഏത് എക്സാം വെച്ച് പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ ആദ്യം ഏത് എക്സാം ആണ് എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ PSC നമ്മുടെ ആനുവൽ കലണ്ടർ പുറത്ത് വിട്ടിട്ടുണ്ട്. ആനുവൽ കലണ്ടറിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ സെക്ഷനിൽ ഏതൊക്കെ എക്സാംസ് ആണ് ഓരോ സ്ലോട്ടിലായിട്ട് വരുന്നത് നമ്മുടെ PSC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫെബ്രുവരിയിൽ വരുന്ന ഒരു PWD എക്സാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാംസ് വരുന്നത് ജൂൺ മാസത്തിലാണ്. അതിൽ ജൂൺ ടു ഓഗസ്റ്റ് എന്നുള്ള സ്ലോട്ടിലാണ് കുറച്ച് പ്രധാനപ്പെട്ട എക്സാമുകൾ വരുന്നുണ്ട്. അതാണ് ഇനി ഈ വർഷം ഈ ഒരു ഫെബ്രുവരി 12 കഴിഞ്ഞാൽ ഈ ഒരു വർഷം നമുക്ക് ഇനി അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്ന സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസ്. അപ്പോൾ അത് ഇനി ഏത് എക്സാമിന് ആദ്യം പഠിച്ചു തുടങ്ങണം എന്ന് സംശയമുള്ളവർക്ക് ആ ഒരു എക്സാമിന് വേണ്ടി ആദ്യം ഫോക്കസ് ചെയ്ത് പഠിക്കുക അല്ലേ. അങ്ങനെ വരുന്ന ഓരോ എക്സാമുകൾക്ക് വേണ്ടി പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ജൂൺ ടു ഓഗസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ലോട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു സ്ലോട്ടിൽ നമുക്ക് കാത്തിരിക്കുന്ന എക്സാംസ് എന്ന് പറയുന്നത് 1 461/2025 ഓവർസിയർ ഗ്രേഡ് 1 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ്, അതുപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 1 KTDC. ദെൻ ഗ്രേഡ് 1 ഇത് ST ഡിപ്പാർട്ട്മെന്റ്, STക്ക് മാത്രമുള്ളതാണ്, ST കാറ്റഗറിക്ക് മാത്രമുള്ളതാണ്, PWD ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ദെൻ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഹാർബർ എഞ്ചിനീയറിംഗ്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഓയിൽ പാം ഇന്ത്യ. പ്രധാനമായിട്ടും ഈ ഒരു എക്സാംസ് ആണ് ജൂൺ തൊട്ട് ഓഗസ്റ്റ് വരെയുള്ള ഈ ഒരു സ്ലോട്ടിൽ നടക്കാനായിട്ട് ഇരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം മെജോറിറ്റി ആയിട്ടുള്ള എക്സാമും ഗ്രേഡ് 1 ആണ്. ഗ്രേഡ് 1 എക്സാമാണ് കൂടുതലായിട്ട് നമ്മൾ വരുന്നത്. അപ്പം നമ്മൾ ഗ്രേഡ് 1നെ ഫോക്കസ് ചെയ്ത് വെച്ച് പഠിച്ചാൽ നമുക്ക് ഇത്രയും എക്സാമുകൾ നല്ല സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ്, മുന്നേ വിളിച്ചപ്പോൾ എത്ര അഡ്വൈസസ് പോയിട്ടുണ്ട്, കട്ട് ഓഫ് എത്രയായിരുന്നു, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിൽ ഏത് എക്സാമിനെ കൂടുതൽ കാര്യമായിട്ട് പഠിക്കണം എന്നൊക്കെ തോന്നുന്നവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഒരുപാട് പേര് SHBയും KTDCയും ഹാർബറും ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു എക്സാമിനെ കുറിച്ചുള്ള പ്രീവിയസ് ഡാറ്റാസും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള നമ്മുടെ KSHB നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വന്നത്. മുൻപ് ഈ ഒരു KSHB എക്സാം 12/10/2021 നടന്നിട്ടുണ്ട്. 23 അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. 23 റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അന്നത്തെ കട്ട് ഓഫ് നല്ല ഹൈ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. 85.67 ആണ് ആ ഒരു എക്സാമിന് കട്ട് ഓഫ് ആയിട്ട് വന്നത്. അപ്പോൾ അന്ന് വേക്കൻസീസ് 13 മറ്റോ ആയിരുന്നു നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്നത്. പക്ഷെ 68 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് ഇതാ നമ്മുടെ 2025 ഒക്ടോബറിൽ വരെ പോയിട്ടുണ്ട് കേട്ടോ. 2025 ഒക്ടോബറിൽ വരെ പോയിട്ടുണ്ട്. 68 പേർക്ക് അഡ്വൈസസ് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആൻറ്റിസിപ്പേറ്റഡ് ആണ് വേക്കൻസി എങ്കിലും ഒരു തെറ്റില്ലാത്തൊരു നമ്പർ അഡ്വൈസസ് അതിലേക്ക് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം KSHB. ഇനി KTDCയിൽ ദെൻ പിന്നെ വരുന്നത് ഹാർബർ ആണ്. നെക്സ്റ്റ് നമ്മൾ ഹാർബർ ആണ് നോക്കുന്നത്. ഹാർബറിൻ്റെയും സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല പാക്കേജ് ഉള്ളതാണ്. പക്ഷേ വേക്കൻസീസ് ഇവിടെയും ആൻറ്റിസിപ്പേറ്റഡ് എന്ന് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇത് തൊട്ട് മുമ്പ് 2021 നടന്നിട്ടുണ്ട്. അന്ന് കുറച്ച് കുറവാണ് കട്ട് ഓഫ്, 68.33 ആണ് നമുക്ക് കട്ട് ഓഫ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതിൽ ടോട്ടലായിട്ട് 21 അഡ്വൈസസ് ഈ മാസം ജാനുവരി 7 വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 21 പേർക്കാണ് നിലവിൽ പോയിട്ടുള്ളത്. നിലവിൽ നമ്മുടെ അഡ്വൈസ് പോയിട്ടുള്ളത് 21 പേർക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ടോപ്പ് റാങ്ക് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കും ഒരു അഡ്വൈസ് ഉറപ്പിക്കാം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് എന്താണ്? KTDC ആണ്. KTDCയിൽ നിലവിൽ നമുക്ക് 2 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ 2 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ പ്രീവിയസ് ഡാറ്റാസ് എടുക്കുന്ന സമയത്ത് 2013 നടന്നിട്ടുള്ള ഒരു ഡാറ്റ കാണുന്നുണ്ട്.
2013 റാങ്ക് ലിസ്റ്റ് വന്നതായിട്ട് ഒരു ഡാറ്റ കാണുന്നുണ്ട്. ഓക്കെ, 2013 റാങ്ക് ലിസ്റ്റ് വന്നതായിട്ട് ഒരു ഡാറ്റ കാണുന്നുണ്ട്. അതിൽ 12 പേർക്ക് അഡ്വൈസസ് പോയതായിട്ടാണ് നിലവിൽ കാണുന്നത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് അഡ്വൈസ് 2017 പോയതാണ് കാണപ്പെടുന്നത്. 12 പേർക്ക് അവിടെയും അഡ്വൈസ് പോയതായിട്ട് നമ്മൾ കാണുന്നു. ഓക്കെ, ദെൻ ഇനി പിന്നെ വരുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഓയിൽ പാം ഇന്ത്യയാണ്. അതിപ്പം നിലവിൽ വിളിച്ചിട്ടുള്ളതാണ്. അവിടെ വേക്കൻസി ഇപ്പം 1 നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു എക്സാംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നതിൻ്റെ കൂടെ ഞാൻ പറയുകയാണ്, ഇപ്പം നമുക്ക് ഗ്രേഡ് 1 ബേസ് ചെയ്തുള്ള എക്സാമാണ്. അപ്പം ജൂൺ ഓഗസ്റ്റ് സ്ലോട്ടിൽ കൂടുതൽ. അപ്പം നമ്മളൊരു ഗ്രേഡ് 1 എക്സാമിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. സോ നമുക്ക് ബേസിക്കായിട്ട് ഒരു ഗ്രേഡ് 1 സിലബസ് നോക്കുമ്പം ഇത്രയും സബ്ജക്ട്സ് ആണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അതായത് സർവേയിങ് ആൻഡ് ലെവലിങ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ടെക്നോളജി, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, ക്വാണ്ടിറ്റി സർവേയിങ്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. ഇതിൽ നമ്മുടെ സർവേയിങ് ആൻഡ് ലെവലിങ്, നമ്മുടെ സർവേ, പ്ലെയിൻ ടേബിൾ, ചെയിന്, അതുപോലെ ലെവലിങ്, കോണ്ടൂർ വരെ ഒരു മൊഡ്യൂളാണ്. അതിന് 10 മാർക്ക്. പിന്നെ നമ്മുടെ ടാക്കിയോമെട്രി, തിയോഡലൈറ്റ്, മോഡേൺ ഇൻസ്ട്രുമെൻറ്റ്സ്, അത് അടുത്ത സെറ്റാണ്. അതിന് 10 മാർക്ക്. അങ്ങനെയാണ് ടോട്ടൽ 20 മാർക്ക് ഗ്രേഡ് 1 വരാറുള്ളത് കേട്ടോ, സർവേയുടെ ഭാഗത്തുനിന്ന്. പിന്നെ നമ്മുടെ നോർമൽ ബിൽഡിംഗ് മെറ്റീരിയൽസിന് 10 മാർക്ക്, ബിൽഡിംഗ് കൺസ്ട്രക്ഷന് 10 മാർക്ക്. ഇതിൽ ഈ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ പോർഷനും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പോർഷനും കുറച്ച് കൂടിയിട്ടുള്ളതാണ്. ടൈപ്സ് ഓഫ് ഫോഴ്സസുകൾ, അതുപോലെ തന്നെ നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ്, സിമ്പിൾ ബെൻഡിങ് തിയറി, അങ്ങനെ ഇല്ല കുറച്ച് കാര്യങ്ങളില്ലേ. ആ ഇൻട്രൊഡക്ഷൻ പോർഷൻ ചേർന്നതാണ് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്. അതിനാണ് 10 മാർക്ക്. ദെൻ അതുപോലെ നമ്മുടെ എസ്റ്റിമേഷൻ 10 മാർക്ക് വരുന്നുണ്ട്. ഇറിഗേഷന് 10 മാർക്ക്, GTക്ക് 10, ട്രാൻസ്പോർട്ടേഷന് 10. ട്രാൻസ്പോർട്ടേഷനിൽ ഹൈവേ, റെയിൽവേ, എയർപോർട്ട്, ഡോക്ക് ഹാർബർ ടണൽ, ബ്രിഡ്ജ് എല്ലാവരും ചേർന്നിട്ടാണ് കേട്ടോ ഈ 10 മാർക്ക്. എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിലാണെങ്കിലും 1, 2, അതായത് വാട്ടർ സോഴ്സും ഉണ്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ സാനിറ്റേഷനും വരുന്നുണ്ട്. എല്ലാം കൂടിയിട്ടാണ് NV വരുന്നത്. 10 മാർക്ക്. അത്യാവശ്യം കണ്ടൻറ്റ് കൂടുതലാണ് പഠിക്കാനായിട്ട്. എയ്ക്കുള്ള അതേപോലുള്ള കണ്ടൻറ്റ് നമുക്കിവിടെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സബ്ജക്റ്റുകളെ നമ്മളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് എപ്പോഴും പ്രൈമറി ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട സബ്ജക്റ്റുകൾ, 1 സർവേയിങ് ആൻഡ് ലെവലിങ്, ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എസ്റ്റിമേഷൻ. ഇതിനെ പ്രൈമറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേഡ് 1 കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പിന്നാലെ നമുക്ക് ഗ്രേഡ് 2, ഗ്രേഡ് 3 എക്സാം വരുന്നുണ്ട് പിന്നെയുള്ള മാസങ്ങളിൽ. അപ്പോൾ നമുക്ക് ഈ സബ്ജക്റ്റുകൾ തറവാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ആ എക്സാംസിന് നിങ്ങൾക്ക് പേടിക്കുകയേ വേണ്ട. കാരണം ഈ 4 സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പകുതിയിൽ കൂടുതൽ 60 മാർക്ക് വരെ ഗ്രേഡ് 2, ഗ്രേഡ് 3ക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സബ്ജക്റ്റുകൾക്ക് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫസ്റ്റ് നിങ്ങൾ പഠിക്കാനെടുക്കുന്ന സമയത്ത്. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾ ഒരു ഗ്രേഡ് 2, 3 ലെവലിൽ നിന്ന് ഗ്രേഡ് 1 വ്യത്യസ്തമായിട്ട് എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ പ്രോബ്ലംസ് കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഇപ്പം സർവേയിൽ നിന്നാണെങ്കിലും എസ്റ്റിമേഷനിൽ നിന്നാണെങ്കിലും മാക്സിമം ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് പഠിക്കാം. അങ്ങനെയാണ് കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിൽ ഒരു ഗ്രേഡ് 1 ഫോക്കസ് ചെയ്തുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുക കേട്ടോ. പ്രോബ്ലംസിൽ ഫോക്കസ് കുറച്ച് കൊടുക്കുക. അതായത് നിങ്ങൾ തിയറി മൊത്തം പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചധികം പ്രോബ്ലംസ് കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ അതിനുശേഷം ഞാനൊരു ഓവർസിയർ ലെവലിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഇമ്പോർട്ടൻ്റ് രീതിയിൽ പഠിക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രൈമറി ഇമ്പോർട്ടൻസ് നമ്മൾ ആർക്ക് കൊടുത്തു, നമ്മുടെ സർവേയിങ്ങിനും ആർക്ക് കൊടുത്തു, സർവേയിങ്ങിന്, ബിൽഡിംഗ് മെറ്റീരിയലിന്, ബിൽഡിംഗ് കൺസ്ട്രക്ഷന്, എസ്റ്റിമേഷന്, ഇത്രയും സബ്ജക്റ്റിനെ പ്രൈമറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റായിട്ട് എടുത്തു. ഇനി സെക്കൻഡറി കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ രണ്ടാമത്തെ സെറ്റ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് 1 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്, ദെൻ പിന്നെ ഇറിഗേഷൻ എഞ്ചിനീയറിങ്, പിന്നെ NV. ഓക്കെ, അതിൽ നമുക്ക് നോർമലി
ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ് അതുപോലെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ ഒരു ഗ്രേഡ് 2 ഗ്രേഡ് 3 ലെവൽ വളരെ ചെറിയ മാർക്കേ ഉള്ളൂ. ഇറിഗേഷനൊക്കെ വളരെ കുറച്ചേ പഠിക്കാറുള്ളൂ. പക്ഷേ ഇവിടെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. 10 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം ഇറിഗേഷൻ ഇവിടെ നല്ല രീതിയിൽ പഠിച്ചാൽ ഗ്രേഡ് 2 നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഗ്രേഡ് 2 കുറച്ചും കൂടെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വരാറുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിനും അതുപോലെ തന്നെ ആർക്കും കൊടുക്കുക, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിനും എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിനും കൊടുക്കുക. അതിൽ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിൽ ആദ്യം പ്രയോറിറ്റി ഹൈവേക്ക്, ദെൻ പ്രയോറിറ്റി റെയിൽവേ, അതിനുശേഷം ബ്രിഡ്ജ്. ഓക്കെ, ഈ 3 പേരുടെയും കഴിഞ്ഞതിന് ശേഷം മാത്രം എയർപോർട്ടിലേക്കും ഡോക്ക് ഹാർബറിക്കും കടന്നാൽ മതി. ആദ്യം ഈ 3 പേരെ നോക്കുക. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൈവേ നോക്കുക. ഹൈവേക്കാണ് വെയിറ്റേജ് കൂടുതൽ. ഓക്കെ, ട്രാൻസ്പോർട്ടേഷനിൽ. ഇനി എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം PHS പഠിക്കാൻ നോക്കുക. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ പഠിക്കുക. കാരണം അത് നന്നായി പഠിച്ചാൽ ഗ്രേഡ് 2 നന്നായിട്ട് എഴുതാം, ഗ്രേഡ് 2 ഗ്രേഡ് 3 നന്നായിട്ട് എഴുതാം. അപ്പോൾ ആദ്യം PHS പഠിച്ചിട്ട് പിന്നെ വാട്ടർ റിസോഴ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേഡ് 1 എക്സാമിന് അത് ഒരേപോലെ യൂസ്ഫുൾ ആവും, ഗ്രേഡ് 2 എക്സാമിനും ഒരുപോലെ അത് യൂസ്ഫുൾ ആവും. പിന്നെ വരുന്ന ആൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ജിയോ ടെക്നിക്കൽ ഒരു ബാക്കിയുള്ള ഓവർസിയർ ലെവൽ എക്സാംസിന് അത്ര കണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഒരാളാണ് GT എന്ന് പറയണേ. അപ്പോൾ നമ്മൾ 3rd പ്രയോറിറ്റി ലിസ്റ്റിൽ ജിയോ ടെക്നിക്കലിനെ വെച്ച് പഠിക്കുക. 10 മാർക്ക് ഉണ്ട്, ഒഴിവാക്കാൻ പറ്റില്ല, 10 മാർക്ക് ഉള്ളതാണ്. പക്ഷെ അത് 3ാമത്തെ പ്രയോറിറ്റി ലിസ്റ്റിൽ വെക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രൈമറി സബ്ജക്റ്റിന് പ്രൈമറി ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്ത് പഠിക്കുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കംപ്ലീറ്റ് ആയിട്ടുള്ള തിയറി പോർഷൻസ് നിങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഗ്രേഡ് 1 എക്സാം ആയതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ഭാഗത്ത് പ്രോബ്ലംസ് വരുന്നുണ്ടോ ആ പ്രോബ്ലംസിനെ കൂടി ടാർഗറ്റ് ചെയ്ത് പഠിക്കാം. കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുള്ള സമയം കൂടി നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ മാറ്റിവെക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു സബ്ജക്റ്റ് ഒരു 4 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം 4ാമത്തെ 1 മണിക്കൂർ നിങ്ങൾ പ്രോബ്ലത്തിന് വേണ്ടി മാറ്റിവെക്കാം. ഓക്കെ, പ്രോബ്ലത്തിന് വേണ്ടി മാറ്റിവെക്കാം. ഈ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പഠിച്ച് തുടങ്ങണം എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ പറയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പ്രൈമറി ആയിട്ടുള്ള സബ്ജക്റ്റുകളെ കോമ്പിനേഷനാക്കി പഠിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് സർവേയും എസ്റ്റിമേഷനും ഒരു കോമ്പിനേഷനായിട്ട് പഠിക്കാം. അല്ലെങ്കിൽ BC എസ്റ്റിമേഷൻ ഒരു കോമ്പിനേഷനാക്കി പഠിക്കാം. BM എസ്റ്റിമേഷൻ ഒരു കോമ്പിനേഷനാക്കി പഠിക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ ആക്കാം. അല്ലെങ്കിൽ ഒരു പ്രൈമറി ഒരു സെക്കൻഡറി സബ്ജക്റ്റും കോമ്പിനേഷനാക്കി പഠിക്കാം. അതായത് ഇപ്പോൾ BM ഒക്കെ കംപ്ലീറ്റ് തിയറിയാണ്. അപ്പോൾ BMൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഹൈവേനെ കമ്പൈൻ ചെയ്യാം. അതായത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട്, കാരണം അതിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാം. അതായത് ഒന്നുകിൽ പ്രൈമറിയും സെക്കൻഡറി ഒരുമിച്ച് കൊണ്ടുപോകണ പോലെ കമ്പൈൻ ചെയ്ത് പഠിക്കാം. അല്ലെങ്കിൽ പ്രൈമറി സബ്ജക്റ്റുകളെ കമ്പൈൻ ചെയ്ത് പഠിച്ചതിന് ശേഷം സെക്കൻഡറി ആയിട്ടുള്ള സബ്ജക്റ്റിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജൂൺ ഓഗസ്റ്റ് സ്ലോട്ടിൽ വരണ നമ്മുടെ ഗ്രേഡ് 1 എക്സാംസ് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അതിനുശേഷം പിന്നത്തെ മാസം വരുന്ന ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാമുകൾക്ക് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഇതിൽ അത്യാവശ്യം നിങ്ങൾ ഈ മെജോറിറ്റി സബ്ജക്റ്റും പഠിച്ചിട്ടുള്ളത് കൊണ്ട് അടുത്ത സെറ്റിലേക്ക് പഠിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരിക എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഓട്ടോക്യാഡ്, അതുപോലെ തന്നെ അപ്ലൈഡ് മെക്കാനിക്സിൻ്റെ ഭാഗമാണ് വരിക. അപ്പോൾ അപ്ലൈഡ് മെക്കാനിക്സിൽ കുറച്ച് പോർഷൻ നമ്മൾ ഈ ഒരു തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ ഉൾപ്പെടുത്തും. തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു നോക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് സബ്ജക്റ്റുകൾ വരുന്നത്, അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഗ്രേഡ് 1 എങ്ങനെയാണ് വരുന്നത്, മുന്നേ നടന്ന ഗ്രേഡ് 1 എക്സാമിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തർക്കും പഠിക്കാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ പല രീതിയിലായിരിക്കും. പക്ഷെ നമ്മൾ ഇതുവരെയുള്ള ഒരു എക്സാമിൻ്റെ പാറ്റേൺ നോക്കിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകൾ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു രീതി പറഞ്ഞത്. ഈ സബ്ജക്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറഞ്ഞത്. ഇത്
കംപ്ലീറ്റ്ലി ഓവർസിയർ ലെവലിലുള്ള എക്സാം ഫോക്കസ് ചെയ്യുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഒരു എ ലെവലിലേക്ക് പോകുമ്പോൾ അതിനെയൊക്കെ ഹയർ ലെവലായിട്ട് എ ലെവലിലേക്ക് പോകുന്നവർ ജിയോ ടെക്നിക്കലിനും എൻവിക്കും ട്രാൻസ്പോർട്ടേഷനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം എ ലെവലിൽ കൂടുതൽ മാർക്ക് ആ ഭാഗങ്ങളിൽ നമുക്ക് കിട്ടും. ഓവർസിയർ ലെവലാകുമ്പോൾ നമ്മുടെ BM-BC എസ്റ്റിമേഷൻ സർവേ എന്നാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ജൂൺ ഓഗസ്റ്റ് സ്ലോട്ടിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസിനെ കുറിച്ച് ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ വരുന്ന എക്സാമുകളെ കുറിച്ചുള്ള വീഡിയോസുമായിട്ട് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക്